ഹലോ, ഇന്ന് നമ്മളുണ്ടാക്കുന്നത് അങ്കമാലി മാങ്ങാക്കറിയാണ്. അതിനുവേണ്ടി 3 മാങ്ങ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് ഞാൻ പുരട്ടി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഇഞ്ചി, 3 പച്ചമുളക്, ഒരു വലിയ സവോള, കുറച്ച് അധികം ഉള്ളി, പിന്നെ കറിവേപ്പില, പിന്നെ ഒരു അരമുറി തേങ്ങ എടുത്ത് 1/4 പാലും പിന്നെ 2/2 പാലും എടുത്തു വച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ അങ്കമാലി മാങ്ങാക്കറിക്ക് വേണ്ട സാധനങ്ങൾ. അതിനുശേഷം നമ്മളൊരു മൺചട്ടിയിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ ഒരു വലിയ സവോള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് അതും ചേർത്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ പച്ചമുളക് നീളത്തിൽ 2ആക്കി കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞു അതും ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം കറിവേപ്പില അതും ഇട്ട് കൊടുത്തു. പിന്നെ ഈ ഉള്ളി നമുക്ക് താളിക്കാൻ മാറ്റി വയ്ക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു, കുറച്ച് വെളിച്ചെണ്ണ, അതെല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കുക. എല്ലായിടവും അതിൻ്റെ എരിവും മാങ്ങയുടെ പുളിയും എല്ലാം കൂടെ നല്ലോണം കൈ കൊണ്ട് ഇളക്കിയെടുക്കുക. പിന്നെ അതിന് ശേഷം നമ്മൾ തേങ്ങയുടെ 2/2 പാലാണ് കേട്ടോ, 2/2 പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഞാനിതുവരെ തീ കത്തിച്ചിട്ടില്ല, കത്തിക്കണം. ഇതെല്ലാം കൂടെ മിക്സാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിനുശേഷം അതിലേക്ക് 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് യോജിപ്പിക്കുക. എല്ലായിടവും ഒന്ന് മിക്സാവട്ടെ, എരിവും പുളിയും എല്ലാം മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അപ്പുറത്തെ അടുപ്പിൽ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, പിന്നെ ഒരു 2 വറ്റൽമുളക് ഇട്ടു, കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി ഞാൻ കൂടുതലിടും കേട്ടോ എല്ലാ കറിക്കും. അതും കൂടെ ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അതൊരു ബ്രൗണിഷ് കളർ ആവണം, അതാണ് അതിൻ്റെ ഒരു ഇത്. നമ്മളെല്ലാം കൂടെ ഇപ്പോൾ അത് നല്ല ബ്രൗണിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മുടെ കറി അവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട്, നല്ല മണമൊക്കെ വന്ന് തുടങ്ങി. നമുക്ക് കണ്ടോ, ഇപ്പോൾ നല്ല കുറുകി വന്നിട്ടുണ്ട്. ഈ കറി മാത്രം മതി ചോറുണ്ണാൻ അല്ലേ. നല്ല രുചിയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതിലേക്ക് നമ്മൾ 1/4 പാൽ ഒഴിച്ച് കൊടുത്തു. 1/4 പാൽ തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ഒരു ചെറിയൊരു കുമ്പള വരുന്ന പോലെ തിളപ്പിക്കാവുള്ളൂ. അതിപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും, അതുകൊണ്ടാണ്. നല്ലോണം മിക്സാക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നേരത്തെ നമ്മൾ താളിച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, കറിവേപ്പില, വറ്റൽമുളക് ഇതൊക്കെ അങ്ങിട്ട് കൊടുക്കണം. എന്നാലേ ആ കറി അങ്ങ് കറിയാവും. എല്ലാം അങ്ങിട്ട് കൊടുത്തു, നല്ലോണം അങ്ങ് ഇളക്കി മിക്സാക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് അങ്കമാലി മാങ്ങാക്കറി. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം, സപ്പോർട്ട് ചെയ്യുക. ബൈ.